എന്തൊക്കെ ശിക്ഷകൾ വിധിച്ചാലും ഫൈസൽ മൂത്തോന് ചുറ്റും നിന്ന് ആ വിധി നേരിടാൻ ഞങ്ങൾ ഓരോരുത്തരും ഇഞ്ചോടിഞ്ച് പൊരുതി നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി വന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ? നിങ്ങൾ ജയിച്ച വാളൻ 2600 ജയിക്കുവാൻ എന്നോട് പലരും വിളിച്ചോളൂ. എന്താ പോയാ ഇവിടെ നിന്നാ പോരാ, ഞാൻ 2600 ജയിച്ചു. ഇപ്പൊ 2600 കിട്ടി മരിക്കുന്നത് മേടിച്ചോ. 2600 തന്നെ എന്നോടും. നമ്മുടെ ജയറാം ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഒരു പെണ്ണിനെ പഠിപ്പിച്ച കണക്ക് 2,33,333 രൂപ 31 പൈസ എന്ന് പറഞ്ഞിട്ട് പൈസയുടെ കണക്ക് പറയുന്നുണ്ട്. അതുപോലെ ഏത് കോൺഗ്രസ്സുകാരത്തെ അവരോട് 2700. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, സയ്യിദ് സാഹിബ് 3000-ന്റെ ലീഡിൽ ജയിച്ചിട്ട് 71 വോട്ടിന് പൂക്കുഞ്ഞിക്കോയ ഡോക്ടർ സാഹിബ് അന്തസ്സായിട്ട് ജയിച്ച പ്രദേശത്താണ് നമ്മളുള്ളത്. ഈ 3000 എന്ന് പറയുന്നത് ട്രെൻഡ് ലൈൻ എന്ന് പറയും. ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. 100 ഫുട്ബോൾ എടുത്തിങ്ങനെ അടിച്ചാൽ ആദ്യത്തെ ഹൊന്തൽ ഒരു ശാലഹൊന്തി വരും, പിന്നെ രണ്ടാമത്തെ ഹൊന്തൽ ശനക്ക് കുറയും, മൂന്നാമത്തെ ഹൊന്തൽ ശനക്ക് കുറയും. ഇങ്ങനെ ഒരു മോളിട്ടതുപോലെ ഒരു വര വരച്ചാൽ ഇതിനെ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയാം. ഈ ട്രെൻഡ് ലൈൻ വെച്ച് ലക്ഷദ്വീപിന്റെ ട്രെൻഡ് ലൈൻ പഴയ കാലത്ത് 200 ചില്ലാനത്തിൽ ഡോക്ടർ കോയ സാഹിബും PM സയ്യിദ് സാഹിബും തമ്മിലുള്ള വ്യത്യാസമായിരുന്നെങ്കിൽ അത് 3000 പെട്ടെന്ന് കട്ട് ചെയ്ത് 71ലേക്ക് വരാൻ ഒരു ഇലക്ഷന്റെ ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. PM സയ്യിദ് സാഹിബ് ആവുന്ന ലെജൻഡറി ലീഡറിന്റെ മുമ്പിൽ പോലും അങ്ങനെയുള്ള ഒരു ട്രെൻഡ് ലൈൻ നിൽക്കുന്ന പ്രദേശത്ത് ഫൈസലിൽ ഞാൻ കണ്ട വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ പോയാൽ 3000-ന്റെ ലീഡിൽ നിന്ന് PP കോയ 71 വോട്ടിന് ജയിച്ചു. അതിനുശേഷം ഹംദുള്ള സയ്യിദ് PP കോയ സാഹിബിനെ തോൽപ്പിച്ചുകൊണ്ട് ജയിച്ചത് ഈ 2000 ചില്ലാനത്തിനാണ്. 2000 ചില്ലാനത്തിലേക്ക് പോയ അങ്ങനെ 2 വോട്ടിൽ ജയിച്ചത്. പറന്നു പോയപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നത്തെ വ്യത്യാസമല്ല, അത് ട്രെൻഡ് ലൈൻ ആയിരുന്നു. ട്രെൻഡ് ലൈനിന്റെ അനുസരിച്ച് ഒരു പുതിയ സ്ഥാനാർത്ഥിയായിട്ട് ഹംദുള്ള സയ്യിദ് വല്ല എന്താണ്ടല്ല അതിശയം കാട്ടുമെന്ന് പേര് ചെന്ന ആൾക്കാർ വോട്ടിട്ട് 2000 ചില്ലാനത്തിലേക്ക് കൂടി. അത് കഴിഞ്ഞിട്ട് ഫൈസൽ മൂത്തോൻ വന്ന എത്ര വോട്ടിനാ മക്കളെ? എത്ര വോട്ടിനാ ഫൈസൽ മൂത്തോൻ ജയിച്ചത്? ഈ 2000 ചില്ലാനവും മറികടന്ന് 1000 ചില്ലാനവും മറികടന്ന് 3000-ന്റെ മുകളിലേക്ക് പോയിട്ട് ഒരൊറ്റ വിജയം, ലക്ഷദ്വീപിന്റെ ഹിസ്റ്ററിയിൽ ആദ്യത്തെ വിജയമല്ലേത്? ആ വിജയം കരസ്ഥമാക്കിയ ഫൈസൽ മൂത്തോനെ 2ാം തവണ ഹംദുള്ള 2000 ചില്ലാനത്തിന് തോൽപ്പിക്കണമായിരുന്നു സത്യത്തിൽ. ആ തോൽപ്പിക്കാൻ പോകുന്ന ട്രെൻഡ് ലൈനിന് മാറ്റം വരുത്തിയ നേതാവിന്റെ പേര് ഫൈസൽ മൂത്തോൻ എന്ന് പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? നിങ്ങളത് മനസ്സിലാക്കിയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് 2300 അതിശയത്തിൽ അതിർപ്പത്തതാണെങ്കിൽ അതിശയത്തിൽ അതിർപ്പത്തതല്ല. ഫുട്ബോൾ അടിയുന്ന സ്പീഡ് അനുസരിച്ചിട്ടാണ് ഈ ട്രെൻഡ് ലൈൻ കിടക്കുക. ഞാൻ അടിക്കുന്ന സ്പീഡിലില്ല, നമ്മ ശരിയടുത്ത കെമാൽ വന്നൊരു അടി അടിച്ച് ചിലപ്പോൾ അവിടേക്ക് പോയിച്ചിട്ട് വരുക. അതുപോലെയാണ് ട്രെൻഡ് ലൈൻ കിടക്കുക. അന്നത്തെ ട്രെൻഡ് ലൈനിന്റെ ഭാഗം കുറച്ച് കൊണ്ടുവന്ന് ട്രെൻഡ് ലൈനിന് ഒരു അടി തിരിച്ചു കൊടുത്തിട്ട് നിലനിർത്താൻ ഫൈസൽ മൂത്തോൻ BJP സർക്കാർ കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ സാധിച്ചു ഒരു തവണയും. അങ്ങനെ ഹംദുള്ള വരെ ഫൈസൽ വന്ന പോലെ ഫൈസൽ എങ്ങനെയാ മക്കളെ പോയത്? ഫൈസലിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് ഒരു 7 അയൽപക്കത്തെങ്കിലും ഫൈസൽ കുളത്തിൽ കുളിക്കണമെങ്കിൽ ഹംദുള്ള സയ്യിദിന് ഒരു ജന്മം കഴിയേണ്ടി വരും. ഫൈസൽ സാഹിബ് എടുത്ത സ്റ്റാൻഡിലേക്ക് നിൽക്കാൻ ഹംദുള്ള സയ്യിദിന് മുട്ടും കാലും ഉറപ്പുണ്ടെങ്കിൽ നാളെ കാണിക്കും, ഞാൻ വരാൻ കൂടെ നിൽക്കാം, നാളെ ഒന്ന് സമരം ചെയ്യാലോ. ഇവിടെ തന്നെ പ്രൊഫൈൽ കോഡ് അപ്പട്ടെ എവിടെയും വിളിക്കുന്നു. അത് പറയാൻ പറ്റുമോ? ചങ്കുറപ്പോടുകൂടി എന്തിന് ഡൽഹിയിലേക്ക് എല്ലാ പ്രതിനിധി സംഘങ്ങളെയും കൊണ്ടുപോയില്ലേ? എല്ലാവരും ലക്ഷദ്വീപുകാരല്ലേ, അവരുടെ മനസ്സിലെ വികാരങ്ങളെ ചോദ്യം ചോദിക്കാൻ ഇരുന്ന കൂട്ടത്തിലുണ്ടായിരുന്നു. ചോദ്യം ചോദിക്കേണ്ടി വന്നില്ല, അതിനു മുമ്പേ ടൈം കഴിഞ്ഞിരുന്നു. ഓരോരുത്തർ ചോദ്യം ചോദിച്ചു. അതിൽ ഫൈസൽ മൂത്തോൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലക്ഷദ്വീപുകാരന്റെ ലാൻഡിൽ അവര് തന്നെ ടൂറിസം നടത്തുകയും അവർക്ക് ടൂറിസം നടത്താൻ സ്വന്തമായിട്ട് പൈസ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട്. എന്താണ് ഇക്വിറ്റി ഷെയർ എന്നറിയോ? അത് ഹംദുള്ള സയ്യിദ് ഇപ്പൊ ഹുരിയാദിലെ കുറെ ഇക്വിറ്റി ഷെയറിനെല്ലാം നിക്ഷേപിച്ചതില്ല. ഇലക്ഷൻ സമയത്ത് എല്ലാവരും ഇവിടെ തേരാപ്പാരം വേണ്ടി നടന്ന ഹംദുള്ള എങ്ങനെ ജയിപ്പിക്കൊണ്ട് ആലോചിക്കേണ്ട? ഹംദുള്ള പോയിട്ട് ടാറ്റാ സ്റ്റീലിലും ONGCയിലും ഒക്കെ നിക്ഷേപങ്ങൾ നടത്തുക. ഈ നിക്ഷേപങ്ങൾ നടത്തുന്ന ഹംദുള്ള സയ്യിദ് സാഹിബിന് ഇന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. വാട്ട് ഈസ് ഇക്വിറ്റി ഷെയർ ആൻഡ് വാട്ട് ഈസ് പ്രിഫറൻഷ്യൽ ഷെയർ?